കറണ്ട് അഫയേഴ്സ് ആൻഡ് ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഉത്തരം അരവിന്ദ് പനഗരിയ. CISF അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ഉത്തരം നിന സിംഗ്. ദേശീയ നിയമസഹായ അതോറിറ്റി ചെയർമാൻ ഉത്തരം സുപ്രീം കോടതി ജഡ്ജി BR ഗവായി. 2024 ഭാരതരത്നം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഉത്തരം ജനനായകൻ എന്നറിയപ്പെടുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനും മുൻ BJP നേതാവ് LK അദ്വാനിക്കുമാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയായാണ് ഭാരതരത്നം നൽകിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം ആചരിക്കുന്നത്? ഉത്തരം ജനുവരി 23. പരാക്രം ദിവസ് എന്ന പേരിലാണ് ജന്മദിനം ആഘോഷിക്കുന്നത്. അയോധ്യയിലെ വിമാനത്താവളത്തിൻ്റെ പേര്? ഉത്തരം മഹാഋഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ്? ഉത്തരം ഏക ആരോഗ്യ പദ്ധതി. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാം ഉച്ചകോടി നടന്നത്? ഉത്തരം ഉഗാണ്ടയിലെ കമ്പാലയിൽ വച്ച്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുതിയ വക്താവ്? ഉത്തരം രൺധീർ ജയ്സ്വാൾ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച പുതിയ രാംലല്ല വിഗ്രഹത്തിൻ്റെ പേര്? ഉത്തരം ബാലക് രാം. പുതുതലമുറ ബാങ്കായ DCB അഥവാ ഡെവലപ്മെൻറ്റ് ക്രെഡിറ്റ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും CEO-യും ആയി നിയമിക്കപ്പെട്ടത്? ഉത്തരം മലയാളിയായ പ്രവീൺ അച്യുതൻകുട്ടി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സറാണ്? ഉത്തരം കൈരളി. വൃന്ദ കാരാട്ടിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്? ഉത്തരം ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയ സാറ ജോസഫിൻ്റെ നോവലാണ്? ഉത്തരം കറ. ഇന്ത്യ പുതുവർഷത്തിൽ വിക്ഷേപിച്ച എക്സ്റേ പോളാരിമെട്രി ഉപഗ്രഹമാണ്? ഉത്തരം എക്സ്പോസാറ്റ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അതായത് ട്രായിയുടെ പുതിയ ചെയർപേഴ്സൺ? ഉത്തരം അനിൽകുമാർ ലഹോട്ടി. സംഗീത പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്? ഉത്തരം കർണാടക സംഗീതജ്ഞൻ PR കുമാരകേരള വർമ്മ. ചിത്രകലാ രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക്. 2022 ബഹുമതിയാണ് 2024 നൽകിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം? ഉത്തരം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അടൽ സേതു. മുംബൈയിലെ ശിവരി മുതൽ നവി മുംബൈയിലെ നവസേവ വരെ 22 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്? ഉത്തരം PN ഗോപികൃഷ്ണന്. കൃതി കവിത മാംസഭോജിയാണ്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥയാണ്? ഉത്തരം ആത്മകഥ. ലക്ഷ്യസ്ഥാനത്തിനടുത്ത് ഇറങ്ങിയെങ്കിലും പരാജയപ്പെട്ട ജപ്പാൻ്റെ JAXA വിക്ഷേപിച്ച ഉപഗ്രഹമാണ്? സ്ലിം. സ്ലിം എന്നാൽ സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ മൊബൈൽ ഫോണിലേക്ക് ടെലിവിഷൻ വീഡിയോ സ്ട്രീമിംഗ് സേവനങ്ങൾ നേരിട്ടെത്തിക്കുന്ന സംവിധാനമാണ് D2M അഥവാ ഡയറക്റ്റ് ടു മൊബൈൽ. സർക്കാർ സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായി സംസ്ഥാന സർക്കാർ തുടങ്ങിയ സ്കോളർഷിപ്പാണ്? ഉത്തരം കെടാവിളക്ക്. ജലവകുപ്പിൻ്റെ നേതൃത്വത്തിൽ
റേഷൻ കടകളിലൂടെയും മറ്റും 10 രൂപ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഉത്തരം സുജലം. ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഉത്തരം PM ജൻമൻ. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. കേരളത്തിൽ നിന്നും കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, കുറുമ്പർ, കാടർ, കൊറക എന്നീ സമുദായങ്ങളെ ഈ പദ്ധതിയിലേക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കായിക പുരോഗതിക്കായി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി, അതായത് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്ഥാപിച്ച ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ 125 അടി ഉയരമുള്ള പ്രതിമ അറിയപ്പെടുന്നത്? ഉത്തരം സാമൂഹിക നീതി പ്രതിമ. ലോക യുവജന ദിനമായി ആചരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ജയന്തി ദിനം? ഉത്തരം ജനുവരി 12. റഷ്യൻ വിപ്ലവശില്പി ലെനിൻ്റെ 100ാം ചരമ ശതാബ്ദി ദിനമായി ആചരിച്ചത്? ഉത്തരം ജനുവരി 21. വ്ളാഡിമർ ഇലിയച്ച് ഉലിനോവ് എന്നാണ് ലെനിൻ്റെ പൂർണ്ണ പേര്. മഹാകവി കുമാരനാശാൻ മൺമറഞ്ഞതിൻ്റെ 100ാം വാർഷിക ദിനം ആചരിച്ചത്? ഉത്തരം ജനുവരി 15. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം മുൻ കരസേനാ മേധാവി ജനറൽ നരവനെ. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല? ഉത്തരം ആസ്ട്രേലിയയിലെ ഡിഗിൻ സർവകലാശാല. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് സർവകലാശാല ക്യാമ്പസ് തുടങ്ങുന്നത്. അടുത്തിടെ 150ാം വർഷം ആഘോഷിച്ച ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് രൂപീകരിച്ചത്? ഉത്തരം 1875 ജനുവരി 15. 2024 ആസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്? ഉത്തരം ബെലാറസ് താരം അരീന സബലങ്കെ. 2024 ആസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്? ഉത്തരം ഇറ്റാലിയൻ താരം യാനിക് സിന്നർ. 2024 ആസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത്? ഉത്തരം രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡിൻ സഖ്യം. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് രോഹൻ ബൊപ്പണ്ണ. 2017 ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടവും രോഹൻ ബൊപ്പണ്ണ നേടിയിട്ടുണ്ട്. കനേഡിയൻ താരം ഗബ്രിയേലിയ ഒബ്രോവിസ്കിക്കൊപ്പമാണ് ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടം രോഹൻ ബൊപ്പണ്ണ നേടിയത്. മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് മനസ്സിലെ ചിന്തകളെ കമ്പ്യൂട്ടറുകളിലേക്കോ മൊബൈലുകളിലേക്കോ പകർത്തുന്ന ഇലോൺ മസ്കിൻ്റെ പുതിയ സാങ്കേതിക വിദ്യയാണ്? ഉത്തരം ന്യൂറാലിങ്ക്. പ്രൊഫസർ MK സാനു പുരസ്കാരം ലഭിച്ചത്? ഉത്തരം MT വാസുദേവൻ നായർക്ക്. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം പ്രൊഫസർ MK സാനു. ബ്രേക്കിംഗ് ദ മോൾഡ് എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം മുൻ RBI ഗവർണറും സാമ്പത്തിക വിദഗ്ധനുമായ രഘുറാം രാജൻ. അടുത്തിടെ അന്തരിച്ച ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസ താരം? ഉത്തരം മരിയോ സഗാലോ. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ഹെയ്ലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്? ഉത്തരം ജനുവരി 6. UN-ൻ്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പുരാതന ഗ്രീസിലെ അലക്സാണ്ടറുടെ പഴക്കം ചെന്ന കൊട്ടാരമാണ്? ഉത്തരം എഗായി കൊട്ടാരം. അറബിക്കടലിലെ ചരക്ക് കപ്പലുകൾ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ സംഘമാണ്? ഉത്തരം മാർക്കോസ്. മാർക്കോസ് എന്നാൽ മറൈൻ കമാൻഡോസ് എന്നാണ്. ചെങ്കടലിൽ ഹൂത്തികൾ അക്രമം നടത്തുന്നത് തടയാൻ
അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രതിരോധ സഖ്യമാണ്? ഉത്തരം ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ഫ്രഞ്ച് പ്രധാനമന്ത്രി? ഉത്തരം ഗബ്രിയേൽ അത്താൻ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്? ഉത്തരം ഉസ്താദ് റാഷിദ് ഖാൻ. അടുത്തിടെ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസ താരം? ഉത്തരം ഫ്രാൻസ് ബെക്കൻബോവർ. കൈസർ അഥവാ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ ഫുട്ബോൾ ലോകം വിളിച്ചിരുന്നത്. US-ലെ അലബാമയിൽ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ച് വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട ആദ്യ വ്യക്തി? ഉത്തരം കെന്നത്ത് യൂജിൻ സ്മിത്ത്. 4 വർഷത്തിനിടെ 3 തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്? ഉത്തരം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ? ഉത്തരം ഐക്കൺ ഓഫ് ദി സീസ്. മുൻപ് വണ്ടർ ഓഫ് ദി സീസ് ആയിരുന്നു ഏറ്റവും വലിയ ആഡംബര കപ്പൽ. ഇന്ത്യയുടെ യുദ്ധവിജയങ്ങൾക്ക് പ്രധാന നേതൃത്വം വഹിച്ച ഡെക്കോട്ട വിമാനത്തിൻ്റെ പുനർനിർമ്മിച്ച പതിപ്പാണ്? ഉത്തരം പരശുരാമ. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി സോളാർ അക്കാദമി തുടങ്ങുന്നത് എവിടെയാണ്? ഉത്തരം സെനഗലിൽ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഷേഖ് ഹസീന. ഏറ്റവും അധികകാലം അധികാരത്തിലിരുന്ന വനിതാ പ്രധാനമന്ത്രി എന്ന ബഹുമതി ഇനി ഷേഖ് ഹസീനയ്ക്ക് സ്വന്തം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സൺ? ഉത്തരം എസ് ശ്രീകല. ഇന്ത്യയും UAEയും ചേർന്ന് രാജസ്ഥാനിലെ മഹാജനിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ്? ഉത്തരം ഡെസർട്ട് സൈക്ലോൺ. 2024 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത മുഖ്യ അതിഥി? ഉത്തരം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 6 തവണയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് ഭരണാധികാരി മുഖ്യ അതിഥി ആകുന്നത്. 1 കോടി വീടുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്? ഉത്തരം പ്രധാനമന്ത്രി സൂര്യോദയ യോജന. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ബാറ്റ്സ്മാൻ എന്ന പദവി? ഉത്തരം രോഹിത് ശർമ്മ, ആകെ 5 സെഞ്ചുറികൾ. 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളികൾ? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി, O രാജഗോപാൽ, ഉഷ ഉതുപ്പ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തരമാണ് ബഹുമതി നൽകിയിരിക്കുന്നത്. 2024 മരണാനന്തരം പത്മശ്രീ ലഭിച്ച P. ചിത്രൻ നമ്പൂതിരി ഏതു മണ്ഡലവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ശില്പിയും എഴുത്തുകാരനുമാണ് P. ചിത്രൻ നമ്പൂതിരി. 2024 പത്മശ്രീ ലഭിച്ച വർക്കലയിലെ ശ്രീനാരായണ ഗുരുകുലം അധ്യക്ഷൻ? ഉത്തരം മുനി നാരായണ പ്രസാദ്. ആത്മായനം എന്ന ആത്മകഥയുടെ കർത്താവാണ് അദ്ദേഹം. 2024 പത്മശ്രീ ലഭിച്ച തിരുവിതാംകൂർ രാജകുടുംബ അംഗവും എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമാണ്? ഉത്തരം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. തുളസി ഗാർലൻഡ്, ദി മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ്, ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്നിവ അവരുടെ പ്രധാന കൃതികളിൽ ചിലത് മാത്രം. 2024 പത്മശ്രീ ലഭിച്ച കഥകളി ആചാര്യൻ? ഉത്തരം സദനം ബാലകൃഷ്ണൻ. 2024 പത്മശ്രീ ലഭിച്ച തെയ്യം കലാകാരൻ? ഉത്തരം EP നാരായണൻ പെരുവണ്ണാൻ. 2024 പത്മശ്രീ ലഭിച്ച നെൽകൃഷി കർഷകൻ? ഉത്തരം സത്യനാരായണ ബെളേരി. കാസർഗോഡ് സ്വദേശിയായ ഇദ്ദേഹം പരമ്പരാഗത കാർഷിക രീതിയെ മാറ്റിമറിക്കുകയും 650-ൽ പരം നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനുമാണ്. 2021 കേന്ദ്ര സർക്കാരിൻ്റെ
പ്ലാന്റ് ജിനോം സേവ്യർ പുരസ്കാരവും 2022 സംസ്ഥാന വനം വകുപ്പിൻ്റെ വനമിത്ര അവാർഡും ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ്. ഉത്തരം ഡോക്ടർ പ്രഭ അത്രേ. സ്വർമയി എന്ന ഗുരുകുലം സ്ഥാപിച്ചത് ഡോക്ടർ പ്രഭ അത്രയാണ്. തിലക്, ഭൈരവ് തുടങ്ങിയ ധാരാളം രാഗങ്ങൾ അവർ ആവിഷ്കരിക്കുകയുണ്ടായി. എലോങ് ദി പാത്ത് ഓഫ് മൈ മ്യൂസിക് എന്ന കൃതിയുടെ രചയിതാവാണ് ഡോക്ടർ പ്രഭ അത്രേ. അടുത്തിടെ അന്തരിച്ച പ്രസിദ്ധ സംഗീത സംവിധായകൻ KJ ജോയി ആദ്യമായി സംഗീതം നൽകിയ ചിത്രം. ഉത്തരം ലവ് ലെറ്റർ. 2023 ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരം ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയത്. ഉത്തരം ലയണൽ മെസ്സി. ആകെ 8 തവണ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച വനിതാ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുത്തത്. ഉത്തരം ഐതന ബോൺമതി. വനിതാ ലോകകപ്പ് നേടിയ സ്പെയിനിൻ്റെ മധ്യനിര താരമാണ് ഐതന ബോൺമതി.